മൃതദേഹത്തോട് വൈദികൻ അനാദരവ് കാട്ടിയതായി ആരോപണം. മൃതദേഹം പള്ളിയിൽ കയറ്റാനോ അന്ത്യശുശ്രൂഷകൾ നൽകാനോ തയ്യാറാവാത്ത ഇടവക വികാരിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ് നാട്ടുകാർ. കുഴഞ്ഞു വീണ് മരിച്ച മാനത്തൂർ സ്വദേശി കുട്ടപ്പൻ എന്ന ദളിത് ക്രൈസ്തവന്റെ മൃതദേഹത്തോടാണ് ഇടവക വികാരി ഫാദർ മൈക്കൽ നരിക്കാട്ടേരി അനാദരവ് കാട്ടിയത്. കുട്ടപ്പന്റെ മൃതദേഹം പള്ളിയിൽ കയറ്റുവാനോ ഒരു ഇടവക അംഗത്തിന് നൽകേണ്ട അന്ത്യ ശുശ്രൂഷകൾ നൽകുവാനോ വികാരി തയ്യാറായില്ല. ഇതേ തുടർന്ന് നാട്ടുകാരിൽ ചിലർ പ്രാർത്ഥന ചൊല്ലിയാണ് കുട്ടപ്പന്റെ മൃതദേഹം സംസ്കരിച്ചത്. നിരക്ഷരനായ കുട്ടപ്പൻ പള്ളി രേഖകൾ കമ്പ്യൂട്ടർവൽക്കരിച്ച സമയത്ത് തന്റെ പേര് നൽകിയില്ലെന്നും അതിനാൽ പള്ളി രേഖകളിൽ ഇദ്ദേഹത്തിന്റെ പേരില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു വൈദികന്റെ മനുഷ്യത്വരഹിതമായ ഈ നടപടി. അറിയിക്കാൻ വേണ്ടി പള്ളിയിൽ ചെന്നാണ് മറ്റേ ഈ കമ്പ്യൂട്ടർ ഫോം ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ഇടവകപ്പെട്ട അംഗമല്ല അളക്കാൻ ചെയ്യാൻ പറ്റിയാണല്ലോ. അപ്പൊ നമ്മളെ ഇടവേള ബാക്കി കൈക്കാരെ ബാക്കിയുള്ള ബന്ധപ്പെട്ട ആളുകളെ മൊത്തം കൂട്ടി അവർക്ക് പിന്നെ രാത്രി 10 മണി വരെ സംസാരിച്ചാൽ സംഭവിച്ചില്ല. വീട്ടിൽ വരാൻ മാത്രങ്ങൾ നടത്താം. തികഞ്ഞ മതവിശ്വാസിയായ കുട്ടപ്പന്റെ മൃതദേഹത്തിന് അന്ത്യ ശുശ്രൂഷകൾ നിഷേധിച്ച വൈദികന്റെ പ്രാകൃത നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. വിവിധ ക്രൈസ്തവ സംഘടനകൾ തന്നെ പുരോഹിതന്റെ നടപടിയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചുമതല എന്ന് പറയുന്നതാണ് ഈ വിശ്വാസിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ളത്. അത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തെ ഇവിടെ ചുമതലപ്പെടുത്തിയത്. അത് ചെയ്യാൻ പരാജയപ്പെട്ട അദ്ദേഹം പുരോഹിതൻ എന്തായി തീർന്നു. കുട്ടപ്പന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ വൈദികനെതിരെ നിയമ നടപടികൾ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും. വിഷയത്തിൽ സഭാ നേതൃത്വം ഇടപെട്ട് വൈദികനെതിരെ നടപടിയെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. പി അനീഷ് കുമാർ, സൂര്യ ന്യൂസ്, കോട്ടയം.